നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ വിചാരണ കോടതിയുടെ അതിരൂക്ഷ വിമർശനം. വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിലെത്തിയത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ്. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളതെന്നും ആ സമയം ഉറങ്ങുകയാണ് പതിവെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിമർശിച്ചു. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നാണ് TB മിനിയുടെ പ്രതികരണം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ കോടതി വിമർശനം ഉന്നയിച്ചത്. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാവാറുള്ളത്. ആ സമയം ഉറങ്ങുകയാണ് പതിവെന്നും കോടതി വിമർശിച്ചു. വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിലെത്താറുള്ളത്. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളതെന്നും കോടതി വിമർശിച്ചു. നടി അക്രമക്കേസിലെ വിധിക്ക് പിന്നാലെ കോടതിയെ വിമർശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് TB മിനി രംഗത്ത് വന്നിരുന്നു. തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന വാദം പച്ചക്കള്ളമെന്നായിരുന്നു അഭിഭാഷകയുടെ വിമർശനം. അതേസമയം കേസിൽ നിയമോപദേശം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ്. വിചാരണ കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിക്കാനാവില്ലെന്നും ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമോപദേശം സർക്കാരിന് ലഭിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. ISROയുടെ ചരിത്രത്തിൽ ആദ്യമായി തുടർ തിരിച്ചടി. PSLV C-62 വിക്ഷേപണം 3ാം ഘട്ടത്തിൽ സഞ്ചാരപാത വ്യതിചലിച്ചതോടെ പരാജയപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്തുകയാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ പ്രതികരിച്ചു. ISROയുടെ ഏറ്റവും വിശ്വസ്ത ബഹിരാകാശ വിക്ഷേപണ വാഹനമായ PSLVക്ക് ചരിത്രത്തിലാദ്യമായി തുടർച്ചയായ 2ാം തിരിച്ചടി. ഈ വർഷത്തെ ആദ്യ ദൗത്യമായ PSLV C-62 ഇന്ന് രാവിലെ 10:17 വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ലോഞ്ചിംഗ് പാഡ് 1-ൽ നിന്ന് റോക്കറ്റ് വിജയകരമായി കുതിച്ചുയർന്നു. Here's the pillar of fire meets the canvas of blue. PSLV C-62 filling the umbilical tower, a majestic lift-off. ആദ്യ 2 ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഉപഗ്രഹം 3ാം ഘട്ടത്തിലേക്ക് കടന്നു. 4ാം ഘട്ടം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് സാങ്കേതിക പ്രശ്നം ആരംഭിച്ചത്. ഇതോടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഓർബിറ്റിൽ നിന്ന് റോക്കറ്റിന്റെ സഞ്ചാരപാത വ്യതിചലിച്ചു. ഇങ്ങനെ ഗ്രൗണ്ട് സ്റ്റേഷനും സാറ്റലൈറ്റുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് റോക്കറ്റിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്ത ശേഷം വിശദീകരിക്കുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ അറിയിച്ചു. Close to the end of the 3rd stage, we are seeing little more disturbance in the vehicle roll rates, and subsequently there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. Thank you. കഴിഞ്ഞ വർഷം നടന്ന PSLV C-61 വിക്ഷേപണത്തിലും സമാനമായ പ്രശ്നമാണ് ISRO നേരിട്ടത്. അന്ന് 3ാം ഘട്ടത്തിന്റെ തുടക്കത്തിലാണ് സാങ്കേതിക പ്രശ്നം നേരിട്ടതെങ്കിൽ ഇത്തവണ അതിന്റെ അവസാനമായിരുന്നു പ്രശ്നമെന്നതാണ് വ്യത്യാസം. ചരിത്രത്തിൽ ആദ്യമായാണ് ISROയുടെ 2 തുടർ ദൗത്യങ്ങൾ ലക്ഷ്യം കാണാതെ പോകുന്നത്. എന്നാൽ കഴിഞ്ഞ ദൗത്യം പരാജയപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. PSLV C-62 അനിശ്ചിതത്വത്തിലായതോടെ മുൻപുണ്ടായ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് വിശദീകരിക്കാനും ISRO ബാധ്യസ്ഥരാണ്. DRDO നിർമ്മിച്ച ഇന്ത്യയുടെ തന്ത്രപ്രധാന ഉപഗ്രഹമായ EOS-N1 അന്വേഷ ഉൾപ്പെടെ 16 പേലോഡുകളുമായായിരുന്നു PSLV C-62 കുതിച്ചുയർന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.